ഹലോ ഫ്രണ്ട്സ്, ടൊമാറ്റോ കെച്ചപ്പ്, റബ്ബർ ബാൻഡ്, ഷാംപൂ, ചവരി ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഉപഭോഗ വസ്തുക്കളാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മറ്റെല്ലാ സാധനങ്ങളെയും പോലെ കടകളിൽ നിന്ന് നമ്മുടെ കൈകളിലെത്തുന്നവയാണ് ഇവയെല്ലാം. അപ്പോൾ ഇവയൊക്കെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഫാക്ടറി TV നിങ്ങൾക്ക് അതിനൊരു അവസരം ഒരുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാമല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായിട്ട് ടൊമാറ്റോ കെച്ചപ്പ്. കെച്ചപ്പുകൾ ഫാസ്റ്റ് ഫുഡുകൾക്കൊപ്പം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. അവയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നറിയാമോ? ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ ഫ്രഷ് തക്കാളികളാണ് ഉപയോഗിക്കുന്നത്. തക്കാളിത്തോട്ടങ്ങളിൽ നിന്നും മെഷീനുകൾ ഉപയോഗിച്ചിട്ടാണ് അവ പറിച്ചെടുക്കുന്നത്. പറിച്ചെടുത്തതിന് ശേഷം തക്കാളികൾ ട്രക്കുകളിൽ നിറച്ച് ഫാക്ടറിയിൽ എത്തിക്കുന്നു. ഫാക്ടറിയിലെത്തിയ ശേഷം തക്കാളികൾ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നു. ടൊമാറ്റോ സോസിന് നല്ല രുചി ലഭിക്കണമെങ്കിൽ നല്ലതും വൃത്തിയുള്ളതുമായിട്ടുള്ള തക്കാളികളാണ് വേണ്ടത്. അതിനാൽ തക്കാളികളിൽ നിന്നും അഴുക്ക് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നത് വരെ പലതവണ നന്നായിട്ട് കഴുകൽ പ്രക്രിയ നിർമ്മാണത്തിലുടനീളം തുടരുന്നു. കഴുകിയതിന് ശേഷം തക്കാളികളിൽ നിന്ന് കെച്ചപ്പ് നിർമ്മിക്കാൻ കൊള്ളാവുന്ന നല്ല തക്കാളികൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി തക്കാളികളുടെ ക്വാളിറ്റി ചെക്കിംഗ് യൂണിറ്റുകളിലേക്ക് കൺവെയർ ബെൽറ്റുകൾ വഴി അയക്കുന്നു. കൺവെയർ ബെൽറ്റുകളിൽ കൂടി നീങ്ങുന്ന തക്കാളികളിൽ നിന്നും ചതഞ്ഞതും പൊട്ടിയതുമായിട്ടുള്ള തക്കാളികൾ നീക്കം ചെയ്യപ്പെടുന്നു. ശേഷം തക്കാളികളെ ഒരു സ്റ്റീം ബോയിലറിലൂടെ കടത്തിവിടുന്നു. ഈ പ്രക്രിയയിലൂടെ തക്കാളിയുടെ പുറന്തോൽ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന തക്കാളിത്തോലുകൾ മെഷീനുകളുടെ സഹായത്തോടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുറന്തള്ളപ്പെടുന്നു. അതിനുശേഷം പുറന്തോലി കളഞ്ഞ തക്കാളികൾ മാനുവലി ക്വാളിറ്റി ചെക്കിങ്ങിന് വിധേയമാക്കുന്നു. ഈ ഘട്ടത്തിൽ ചീത്തയായ തക്കാളികളെ ഫാക്ടറിയിലെ ജീവനക്കാർ തങ്ങളുടെ കൈകൾ ഉപയോഗിച്ചിട്ടാണ് നീക്കം ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ തക്കാളികളെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു മാറ്റി ഒരു ഗ്രൈൻഡറിൻ്റെ സഹായത്തോടെ അരച്ചെടുക്കുന്നു. ഇങ്ങനെ അരച്ചെടുക്കുന്ന തക്കാളികളുടെ മിശ്രിതം വലിയ ടാങ്കുകളിൽ നിറച്ച് ചൂടാക്കി വറ്റിച്ചെടുക്കുന്നു. ഇങ്ങനെ വറ്റിച്ചെടുത്ത തക്കാളി പേസ്റ്റ് പ്രിസർവേറ്റീവ്സ് ചേർത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തിക്കുന്നതിനായിട്ട് പാക്ക് ചെയ്യുന്നു. പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ പാക്കറ്റുകളിൽ എത്തുന്ന ഈ തക്കാളി പേസ്റ്റ് വലിയ ടാങ്കുകളിലേക്ക് മാറ്റപ്പെടുന്നു. അതിന് പിന്നാലെ ആ ടാങ്കുകളിലേക്ക് പഞ്ചസാര, വിനെഗരി, ഉപ്പ് ലായനി, ഫുഡ് പ്രിസർവേറ്റീവുകൾ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ടൊമാറ്റോ കെച്ചപ്പിന് നല്ല രുചി ലഭിക്കണമെങ്കിൽ അതിലെ ചേരുവകൾ കൃത്യമായ അളവിലായിരിക്കണം. വളരെ ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ അതുവരെയുള്ള മുഴുവൻ അധ്വാനവും വെറുതെയാകാൻ നിമിഷങ്ങൾ മാത്രം മതിയാകൂ എന്നതുകൊണ്ട് വളരെ കൃത്യതയോടെയാണ് മിക്സിംഗ് പൂർത്തിയാക്കുന്നത്. അതോടെ ടൊമാറ്റോ കെച്ചപ്പ് നിർമ്മാണം പൂർത്തിയാക്കുന്നു. നിർമ്മാണം പൂർത്തിയായ ടൊമാറ്റോ കെച്ചപ്പ് ബോട്ടിൽ നിറയ്ക്കുന്നതിന് മുമ്പ് ക്വാളിറ്റി ചെക്കിങ്ങിന് വിധേയമാക്കും. ക്വാളിറ്റി ചെക്കിംഗ് പാസ്സാവാതെ ഒരിക്കലും കെച്ചപ്പ് ഫില്ലിങ്ങിന് അനുവദിക്കുകയില്ല. ക്വാളിറ്റി ചെക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം കെച്ചപ്പ് ബോട്ടിൽ നിറയ്ക്കാൻ ആരംഭിക്കുന്നു. പൂർണ്ണമായിട്ടും യന്ത്ര സഹായത്തോടെയാണ് ഇത് സാധ്യമാക്കുന്നത്. കെച്ചപ്പ് നിറച്ച ബോട്ടിലുകൾ അടപ്പുകൾ ഇട്ട് സീൽ ചെയ്യുന്നതോടെ നമ്മുടെ കൈകളിലേക്ക് എത്താൻ ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാകുന്നു. അടുത്തത് റബ്ബർ ബാൻഡ്. 19-ാം നൂറ്റാണ്ടിലാണ് റബ്ബർ ബാൻഡ് കണ്ടുപിടിക്കപ്പെട്ടത്. നിത്യജീവിതത്തിൽ ചെറിയ ചെറിയ സാധനങ്ങൾ മുതൽ കറൻസി നോട്ടുകൾ വരെ കെട്ടിവെക്കുന്നതിനായിട്ട് റബ്ബർ ബാൻഡ് ഉപയോഗിക്കുന്നുണ്ടല്ലേ. റബ്ബർ മരത്തിൽ നിന്ന് ലഭിക്കുന്ന റബ്ബർ പാൽ മരത്തിന്റെ കറയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന റബ്ബർ ആദ്യം ചൂടാക്കിയിട്ട് കുഴച്ചെടുക്കുന്നു. മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ചൂടാക്കൽ കുഴയ്ക്കൽ പ്രക്രിയ നടക്കുന്നത്. ശേഷം റോളിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് കനം കുറഞ്ഞ വീതിയുള്ള ഷീറ്റ് രൂപത്തിലാക്കി മുറിച്ചെടുത്ത് ബണ്ടിലാക്കുന്നു. അതിനുശേഷം ഷീറ്റുകൾ സൾഫറും മറ്റ് കെമിക്കലുകളും ചേർത്ത് വീണ്ടും റോള് ചെയ്ത് കനം കുറച്ചെടുക്കുന്നു. റബ്ബറിൻ്റെ ടെൻസൈൽ ബലം കൂട്ടുന്നതിന് ഇലാസ്റ്റിസിറ്റി കൂടുന്നതിനുമാണ് സൾഫറും കെമിക്കലുകളും ചേർക്കുന്നത്. ഈ കനം കുറഞ്ഞ ഷീറ്റുകൾ അടുത്ത ഘട്ടത്തിൽ ചുരുട്ടി ചെറിയ റോളുകളായി മുറിക്കുന്നു. അടുത്തതായി ചെറുതായി ചുരുട്ടി മുറിച്ചെടുത്ത ഈ റബ്ബർ കഷ്ണങ്ങളെ എക്സ്ട്രൂഡർ എന്ന മെഷീനിലൂടെ ഫാക്ടറി ജീവനക്കാർ കടത്തിവിട്ട് പൊള്ളയായ ട്യൂബുകൾ പോലെയാക്കി മാറ്റുന്നു. വായു ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രൂഡർ മെഷീൻ ചുരുട്ടിയ റബ്ബർ ഷീറ്റ് കഷ്ണങ്ങളെ ട്യൂബുകൾ പോലെയാക്കുന്നത്. റബ്ബർ ട്യൂബ് ചൂടാകുമ്പോൾ മുറിഞ്ഞു പോകാതിരിക്കാൻ ടാൽക്കം പൗഡറും എക്സ്ട്രൂഡർ മെഷീൻ വായുവിനൊപ്പം റബ്ബർ ട്യൂബുകളിൽ നിറയ്ക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ഈ ട്യൂബുകളെ വെള്ളം ഉപയോഗിച്ച് തണുപ്പിച്ച ശേഷം അവയ്ക്കുള്ളിൽ എക്സ്ട്രൂഡർ മെഷീൻ നിറച്ച വായു നീക്കം ചെയ്യുന്നു. വായു നീക്കം ചെയ്യപ്പെട്ട റബ്ബർ ട്യൂബുകളെ വോൾക്കനൈസേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്നതാണ് അടുത്ത ഘട്ടം. റബ്ബറിലെ സൾഫർ ചേർത്ത് ചൂടാക്കി അതിൻ്റെ ഇലാസ്തികതയും ടെൻസൈൽ ബലവും വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് വോൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രൂഡർ മെഷീൻ നിർമ്മിച്ച റബ്ബർ ട്യൂബുകൾക്കുള്ളിലേക്ക് നീളമുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള അലുമിനിയം മോൾഡുകൾ കടത്തുന്നു. ഇത് റബ്ബർ ബാൻഡുകൾക്ക് കൃത്യമായിട്ടുള്ള ആകൃതിയും അളവും കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എക്സ്ട്രൂഡർ മെഷീൻ നിറച്ച ടാൽക്കം പൗഡറിന്റെ സാന്നിധ്യം മൂലം റബ്ബർ ട്യൂബുകൾ അലുമിനിയം മോൾഡിൽ ഒട്ടിപ്പിടിക്കില്ല.
അടുത്തതായിട്ട് ഈ മോൾഡുകൾ ഒരു വലിയ സ്റ്റീം ഓവനിൽ കടത്തി വാൾക്കനൈസേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്നു. അതിനുശേഷം മോൾഡുകൾ തണുപ്പിച്ച് അതിനുള്ളിലേക്ക് വായു കടത്തിവിട്ട് റബ്ബർ ട്യൂബും അലുമിനിയം മോൾഡും വേർപെടുത്തുന്നു. തുടർന്ന് ട്യൂബുകൾ നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകി അതിനുള്ളിലെ ടാൽക്കം പൗഡർ നീക്കം ചെയ്ത ശേഷം വെള്ളം വാർന്നു പോകാനിടുന്നു. ഇനി ബാക്കിയുള്ളത് കട്ടിംഗ് പ്രോസസ്സാണ്. പൂർണ്ണമായിട്ട് ഉണങ്ങിയ റബ്ബർ ട്യൂബുകൾ മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലേഡുള്ള കട്ടിംഗ് മെഷീനിലേക്ക് റബ്ബർ ട്യൂബുകൾ കടത്തിവിടുമ്പോൾ അവ നനച്ചു കൊടുക്കുന്നു. കട്ടിംഗ് മെഷീൻ കൃത്യമായ അളവിലും ആകൃതിയിലും റബ്ബർ ട്യൂബുകളെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റാണ് റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷാംപൂ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. മുടി വളരാനും കൊഴിയുന്നത് തടയാനും താരൻ പോകുന്നതിനും ഒക്കെ അനേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ധാരാളം ഷാമ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഈ ഷാമ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഷാംപൂ നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണ് ഉള്ളത്. കോമ്പൗണ്ടിങ്, ക്വാളിറ്റി ചെക്കിങ്, ഫില്ലിങ് എന്നിവയാണ് അവ. കോമ്പൗണ്ടിങ് എന്ന ആദ്യ ഘട്ടത്തിൽ ഷാംപൂ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഷാംപൂ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഷാംപൂവിൻ്റെ പ്രധാന അസംസ്കൃത വസ്തു എന്താണെന്നോ? വെള്ളം. അതെ, വെള്ളം തന്നെ. ഷാംപൂവിൽ 70 മുതൽ 80% വരെ വെള്ളമാണ് ഉള്ളത്. അടുത്ത പ്രധാന അസംസ്കൃത വസ്തു ഡിറ്റർജൻ്റാണ്. 10 മുതൽ 15% വരെയാണ് ഇത് ഷാംപൂവിൽ അടങ്ങിയിരിക്കുന്നത്. സോഡിയം ലോറൈൽ സൾഫേറ്റ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ്. പതയില്ലാത്ത ഷാംപൂ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നല്ല പത ലഭിക്കുന്നതിനായിട്ട് ചേർക്കുന്ന ഫോം ബൂസ്റ്ററായിട്ടുള്ള കൊക്കാമിഡോ പ്രൊപ്പൈൽ ബീറ്റൈനും ഷാംപൂവിനെ കൊഴുത്ത ദ്രാവകമാക്കി മാറ്റുന്നതിന് വേണ്ടി മീഥൈൽ സെല്ലുലോസും ചേർക്കുന്നു. അതിനുശേഷം കണ്ടീഷനിങ് ഏജൻറ്റുകളും പ്രിസർവേറ്റീവുകളും നിറവും മണവും നൽകാനുള്ള രാസവസ്തുക്കളും എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ഇതോടെ കോമ്പൗണ്ടിങ് ഘട്ടം പൂർത്തിയാകുകയാണ്. ഷാംപൂവിൻ്റെ മിക്സിംഗ് ശരിയായി നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഘട്ടമാണ് ക്വാളിറ്റി ചെക്ക്. മിക്സിംഗ് ശരിയായില്ല എങ്കിൽ വീണ്ടും മിക്സിംഗ് തുടരും, ശരിയാകുന്നത് വരെ. അവസാന ഘട്ടത്തിൽ മിക്സ് ചെയ്ത ഷാംപൂ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കപ്പെടുവാൻ വേണ്ടി ബോട്ടിലുകളിലും ചെറിയ സാഷേകളിലും മെഷീനുകളുടെ സഹായത്തോടെ നിറയ്ക്കുന്നു. ഇനി ചവരി. പായസത്തിലിടാൻ വാങ്ങുന്ന ചവരി കണ്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവാനിടയില്ല അല്ലേ നമ്മുടെ കേരളത്തിൽ. തുച്ഛമായ വിലയിൽ കടയിൽ നിന്ന് ലഭിക്കുന്ന ചവരി പായസത്തിൻ്റെ ഒരു മുഖ്യ ചേരുവയാണ്. ഈ ചവരി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽ നിന്നാണ് ചവരി നിർമ്മിക്കുന്നത്. മരച്ചീനിയാണ് ആ കിഴങ്ങ് വർഗ്ഗം. ഒന്നും ഞെട്ടിയില്ല നിങ്ങൾ? അതന്നെ, നമ്മുടെ കപ്പ തന്നെ. മരച്ചീനിയിൽ നിന്നാണ് ചവരി നിർമ്മിക്കപ്പെടുന്നത്. തോട്ടങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുന്ന മരച്ചീനി 24 മണിക്കൂറിനുള്ളിൽ ഫാക്ടറിയിൽ എത്തിക്കുന്നു. അങ്ങനെ എത്തിച്ചില്ല എങ്കിൽ കപ്പ കേടാവാൻ സാധ്യതയുണ്ട്. ഫാക്ടറിയിൽ എത്തിച്ച ശേഷം മരച്ചീനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നു. അതിനുശേഷം 2-3 ഇഞ്ച് വലുപ്പത്തിൽ മെഷീൻ ഉപയോഗിച്ച് മരച്ചീനികളെ കഷ്ണങ്ങളാക്കുന്നു. അതിനുശേഷം അവയുടെ പുറംതൊലി മെഷീൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. മരച്ചീനിയുടെ പുറംതൊലിയിൽ ചെറിയ അളവിലുള്ള വിഷാംശം ഉണ്ടെന്നതിനാലാണ് പുറംതൊലി ഇങ്ങനെ നീക്കം ചെയ്യുന്നത്. അതിനുശേഷം മരച്ചീനിയെ ഗ്രൈൻഡറിലൂടെ കടത്തിവിട്ട് അരച്ചെടുക്കുന്നു. ഈ അരച്ചെടുക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും ചവ്വരിക്ക് നല്ല വെള്ള നിറം കിട്ടുന്നതിന് വേണ്ടി കെമിക്കലുകൾ ചേർക്കപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ യാതൊരുവിധ കെമിക്കലുകളും ഉപയോഗിക്കാതെയുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള നിർമ്മാണ പ്രക്രിയയാണ് ചവ്വരി നിർമ്മാണം എന്ന് പറയുന്നത്. ഗ്രൈൻഡറിൽ നിന്നും പുറത്തു വരുന്ന പാല് പോലെയുള്ള മരച്ചീനി മിശ്രിതം പലതവണ അരിച്ചെടുത്ത് അതിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഒഴിവാക്കിയ ശേഷം വലിയ ടാങ്കുകളിൽ ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന മിശ്രിതം അധികം വൈകാതെ ഉണങ്ങുന്നു. ഉണങ്ങിയ മരച്ചീനി മിശ്രിതത്തിൻ്റെ കട്ടകളെ വീണ്ടും ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. നന്നായി പൊടിച്ചെടുത്ത മരച്ചീനി പൊടി പ്രത്യേക മെഷീൻ്റെ സഹായത്തോടെ ചെറിയ മുത്തുകൾ പോലെ ആക്കിയെടുക്കുന്നു. അതിനുശേഷം അവയെ റോസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വറുത്തെടുക്കുന്നതോടെ നമ്മുടെ ചവ്വരി പാക്കിങ്ങിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ മറക്കാതെ എഴുതി അറിയിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.